നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കുന്നത് കൊച്ചി കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പ് 2025 കുറിച്ചുള്ള ചില വിവരങ്ങളാണ്. ആ ഡിസംബറിലാണല്ലോ ഇലക്ഷൻ വരുന്നത്. ഇതെപ്പോഴും ഒരു പ്രധാന സംഭവം തന്നെയാണെങ്കിലും നിങ്ങളുടെ ഈ സ്രോതസ്സുകൾ നോക്കുമ്പോൾ ഇതിനൊരു ഒരു ആഗോള താൽപര്യം കാണിക്കുന്നുണ്ടല്ലോ. ശരിയാണ്. വെറുമൊരു തദ്ദേശ തിരഞ്ഞെടുപ്പ് എന്നതിനപ്പുറം കേരളത്തിലെ ഈ ഇലക്ഷനുകൾക്ക്, പ്രത്യേകിച്ച് കൊച്ചി പോലുള്ള സ്ഥലത്ത്, ഒരു ഉത്സവ പ്രതീതിയുണ്ട്. അതെ, അത് ശരിയാണ്. പിന്നെ ലോകമെമ്പാടുമുള്ള മലയാളികൾ ഇത് ശ്രദ്ധിക്കുന്നുവെന്നും ഈ കുറിപ്പുകളിൽ കാണുന്നു. ഉം. അപ്പോ എന്തുകൊണ്ടാണ് ഇത്ര ശ്രദ്ധ? പിന്നെ ഈ വിവരങ്ങൾ എവിടെയൊക്കെ കിട്ടുമെന്നൊക്കെ നമുക്കൊന്ന് നോക്കാം, അല്ലേ? തീർച്ചയായും. ഈ രേഖകളിലെ ഒരു പ്രധാന കാര്യം കേരളത്തിലെ തദ്ദേശ തിരഞ്ഞെടുപ്പുകളിൽ പൊതുവെ കാണുന്ന ഒരു ഉയർന്ന പൗരബോധമാണ്. ആ എന്നാൽ കൊച്ചിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ പ്രവാസി മലയാളികൾക്കിടയിലും ഇതിനോടുള്ള താൽപ്പര്യം കൂടുന്നുണ്ട് എന്നാണ് ഈ സ്രോതസ്സുകൾ പറയുന്നത്. ഓഹോ, പ്രവാസികൾക്കോ? അതെ, പ്രത്യേകിച്ചും ഗൾഫ് രാജ്യങ്ങളിലെ കൂട്ടായ്മകളൊക്കെ ഇവിടത്തെ പ്രാദേശിക വികസന വാഗ്ദാനങ്ങളും സ്ഥാനാർത്ഥി നിർണയവുമെല്ലാം വളരെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുന്നുണ്ട് എന്നൊരു റിപ്പോർട്ടിൽ കണ്ടു. അത് കൊള്ളാമല്ലോ. അപ്പോ വെറുമൊരു വാർത്ത എന്നതിനപ്പുറം പ്രാദേശിക വിഷയങ്ങൾക്ക് ഒരാഗോള ശ്രദ്ധ കിട്ടുന്നു. അതെ, അതുതന്നെ. ഈ ആഗോള ശ്രദ്ധ എന്ന് പറയുമ്പോൾ അതിനനുസരിച്ചുള്ള തയ്യാറെടുപ്പുകളും പാർട്ടികൾ നേരത്തെ തുടങ്ങിയിട്ടുണ്ടാകുമല്ലോ. തീർച്ചയായും. പ്രധാന പാർട്ടികൾ ഈ മാസം, അതായത് മെയ് 2025 തന്നെ അവരുടെ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞുവെന്നാണ് ഈ ഫയലുകൾ പറയുന്നത്. മെയ് മാസത്തിൽ തന്നെയോ? കാരണം കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിലെ ചില വാർഡുകളിലെ വളരെ നേരിയ ഭൂരിപക്ഷങ്ങൾ. ശരിയാണ്. അത് ഇത്തവണത്തെ മത്സരത്തിന്റെ ഒരു വീരും വാശിയും കൂട്ടും. അതുകൊണ്ടാണ് ഇത്ര നേരത്തെയുള്ള ഒരുക്കം. ഒരു വിശകലനം അങ്ങനെയാണ് പറയുന്നത്. അപ്പൊ വാശിയേറിയ മത്സരം ഉറപ്പാണ്. ഉറപ്പാണ്. പിന്നെ വെറും പാർട്ടി പ്രവർത്തനം മാത്രമല്ല, ഡിജിറ്റൽ പ്രചാരണത്തിന് ഇത്തവണ നല്ല ഊന്നൽ കൊടുക്കുന്നുണ്ട് എന്നും ഈ സ്രോതസ്സുകൾ പറയുന്നുണ്ട്. ഡിജിറ്റൽ, അത് പ്രതീക്ഷിക്കാവുന്നതാണല്ലോ. അതെ. ഒരു കുറിപ്പ് പറയുന്നത് സോഷ്യൽ മീഡിയ വഴിയുള്ള സംവാദങ്ങൾ, സ്ഥാനാർത്ഥികളുടെ ഓൺലൈൻ ഇടപെടലുകൾ, ഇതൊക്കെ വോട്ടർമാരെ സ്വാധീനിക്കുന്നതിൽ ഒരു വലിയ പങ്ക് വഹിക്കും എന്നാണ്. കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുമെന്നാണോ? അങ്ങനെയാണ് കരുതപ്പെടുന്നത്. ഈ ഡിജിറ്റൽ തലം കൂടുതൽ സജീവമാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഈ ഡിജിറ്റൽ ലോകത്തെ വിവരങ്ങൾ അത് എളുപ്പത്തിൽ കിട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോ? അതും ഈ രേഖകളിൽ പറയുന്നുണ്ടോ? അതിനെക്കുറിച്ചും പറയുന്നുണ്ട്. ലോകത്തിന്റെ ഏത് ഭാഗത്തിരുന്നാലും ഈ തെരഞ്ഞെടുപ്പ് വാർത്തകളും വിശകലനങ്ങളുമൊക്കെ അറിയാൻ സഹായിക്കുന്ന ഒരു വെബ്സൈറ്റ്. അതെന്താണ്? കേരള പഞ്ചായത്ത് ഇലക്ഷൻ 2025.online എന്ന വെബ്സൈറ്റാണ്. ഓക്കെ, കേരള പഞ്ചായത്ത് ഇലക്ഷൻ 2025.online. അതെ, ആ വെബ്സൈറ്റിൽ തന്നെ കൊച്ചി കോർപ്പറേഷനു വേണ്ടി ഒരു പ്രത്യേക പേജ്, കേരള പഞ്ചായത്ത് ഇലക്ഷൻ 2025.online കോർപ്പറേഷൻ കൊച്ചിൻ മുനിസിപ്പൽ കോർപ്പറേഷൻ ഉണ്ടെന്നും പറയുന്നു. ആഹാ, കൊച്ചിക്ക് മാത്രമായിട്ട്. അതെ, അവിടെ വാർത്തകൾ മാത്രമല്ല, വോട്ടർമാർക്ക് അവരുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാൻ ഒരു ബ്ലോഗ് സൗകര്യവുമുണ്ടെന്നാണ് നിങ്ങളുടെ ഈ മെറ്റീരിയൽസിൽ കാണുന്നത്. അപ്പോ വിവരങ്ങൾ അറിയാനും ചർച്ച ചെയ്യാനും ഒക്കെ പറ്റിയ ഒരിടം? അങ്ങനെ കരുതാം. വിവരങ്ങൾ ശേഖരിക്കാനും ചർച്ചകളിൽ പങ്കുചേരാനുമൊക്കെ ഇതൊരു നല്ല വഴിയായിരിക്കുമെന്ന് ഈ സ്രോതസ്സുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ആ പേജ് ബുക്ക്മാർക്ക് ചെയ്യാനും ഒരു നിർദ്ദേശം കാണുന്നുണ്ട്. അപ്പോ ചുരുക്കി പറഞ്ഞാൽ, ഈ വരുന്ന ഡിസംബറിലെ കൊച്ചി തെരഞ്ഞെടുപ്പ് വെറും ഒരു പ്രാദേശിക ഭരണകൂടത്തെ തെരഞ്ഞെടുക്കുന്നത് മാത്രമല്ല. നിങ്ങളുടെ ഈ സ്രോതസ്സുകൾ വെച്ച് നോക്കുമ്പോൾ ഇതിന് ആഗോള ശ്രദ്ധയുണ്ട്, ഉയർന്ന പൗരബോധം ഇതിൽ പ്രതിഫലിക്കുന്നുണ്ട്, പിന്നെ ഡിജിറ്റൽ ലോകത്തും ഇത്